അച്ഛൻ്റെ അമ്മയുടെയും ഭാഗ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാൻ നല്ല സുഖമുണ്ടെങ്കിലും അത് അങ്ങനെയൊന്നല്ല. 10th വരെ ഞാൻ പഠിച്ച സ്കൂളിൽ എൻ്റെ അച്ഛൻ സ്റ്റാഫ് ആയിരുന്നു എന്ന് വരെ ചോദിച്ച ആൾക്കാർ. ബിക്കോസ് എവറി ഡേ ഹി കംസ് ടു മൈ സ്കൂൾ. രാവിലെ കെട്ടി ഒരുങ്ങി സ്കൂളിൽ പോകും. ഒരു ഉച്ചര ആവുമ്പോൾ എനിക്ക് സുഖമില്ലാണ്ടാവും. തലവേദന, കാലുവേദന, വയറുവേദന, തലകറക്കം, പല അസുഖം. ടീച്ചേഴ്സ് അച്ഛനെ വിളിക്കും, അച്ഛൻ വരും, എന്നെ കൂട്ടി തിരിച്ചു പോകും. ഇത് പതിവായിരുന്നു. എന്നെ കൊണ്ട് അനുഭവിക്കാത്ത തലവേദന ഇല്ല. ഇത് ഞാൻ റിഗ്രറ്റ് ചെയ്യുന്ന, ഇത് ഞാൻ ഭയങ്കര പ്രൗഡായിട്ട് പറയുന്നതല്ല. 10th ക്ലാസ്സിൽ സോഷ്യൽ സ്റ്റഡീസിൻ്റെ എക്സാം കഴിഞ്ഞ ആ ദിവസം ഞാൻ ഈ സോഷ്യലിൻ്റെ ടെക്സ്റ്റ് കീറി അടുപ്പിലിട്ട് കത്തിച്ചിട്ടുണ്ട്. അയ്യേ, 10ൽ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ സയൻസ് എടുക്കണം, അത് കഴിഞ്ഞ് എൻട്രൻസ് എഴുതണം. എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡോക്ടർ, ഇതാണ് പതിവ്. ഇത് തന്നെ ചെയ്യണം. ഫുൾ A+ കിട്ടിയ ഒരാള് കൊമേഴ്സ് or ഹ്യൂമാനിറ്റീസ് എടുത്തു കഴിഞ്ഞാൽ നാട്ടുകാർക്ക് വല്ലാത്ത പ്രശ്നമോ, വീട്ടുകാർക്കും വല്ലാത്ത പ്രശ്നമോ. ആ സമയത്ത് ഞാൻ പറഞ്ഞത് എനിക്ക് കൊമേഴ്സ് ആണെന്നോ, ബിക്കോസ് എനിക്ക് സയൻസ് ഇഷ്ടമല്ല. എൻ്റെ ഫാമിലിയിൽ ഒട്ടുമിക്ക എല്ലാവരും ടീച്ചേഴ്സ് അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഡിസിഷൻ എടുക്കണമെങ്കിൽ എല്ലാവരുടെയും അഭിപ്രായം ചോദിക്കും. ഇതിങ്ങനെയാണ് ഇവൾ പറയുന്നത്, എന്താ ചെയ്യേണ്ടത്. എല്ലാവരുടെയും യുനാനിമസ് ഒപ്പീനിയൻ വാസ് സയൻസ് എടുക്കുവാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് അവൾക്ക് ഏത് സ്ട്രീമിലേക്ക് വേണമെങ്കിലും പോവാം. പക്ഷെ കൊമേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നാളെ അവൾക്ക് സയൻസിലേക്ക് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എൻട്രൻസ് എഴുതണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടപ്പുള്ള കാര്യമില്ല. അതുകൊണ്ടത് ശരിയാവില്ല. സ്വാമി. അതുകൊണ്ട് അവരെന്നെ സയൻസിന് ചേർത്തു. +1 കഴിഞ്ഞ് കുറച്ച് വീക്സ് കഴിഞ്ഞാൽ നമുക്ക് അവർ പിന്നെ ഒരു ഓപ്ഷൻ തരും. നിങ്ങൾക്ക് ഈ സ്ട്രീം വേണ്ടെങ്കിൽ ലൈക്ക് നെക്സ്റ്റ് കൊമേഴ്സ് ഓർ ഹ്യൂമാനിറ്റീസ്, അവിടെ സീറ്റ്സ് അവൈലബിൾ ആണെങ്കിൽ വി ക്യാൻ സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതെനിക്കും തന്നായിരുന്നു. പക്ഷെ ഞാനത് നൈസായിട്ട് അങ്ങ് ഒഴിവാക്കി. എന്തുകൊണ്ടാണ് ഒഴിവാക്കിയെന്ന് വെച്ചാൽ എനിക്ക് പ്രത്യേകിച്ച് അറിയില്ല. കൊമേഴ്സ് ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം എടുത്തിട്ട് അതിനകത്ത് നല്ല മാർക്കില്ലെങ്കിൽ ഇവർ പറയില്ലേ, നീ ഇഷ്ടപ്പെട്ടെടുത്തല്ലേ, നിന്നെ കൊണ്ട് പഠിക്കാൻ പറ്റുന്നില്ലേന്ന്. ഇതാവുമ്പോൾ സയൻസിന് മാർക്കില്ലെങ്കിലും ഇവരെ കുറ്റം പറയാലോ. ഞാൻ അപ്പോഴേ പറഞ്ഞാൽ എനിക്ക് കൊമേഴ്സ് മതി, എന്നിട്ട് നിങ്ങളല്ലേ സയൻസ് എടുപ്പിച്ചതെന്ന്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലെ ഒരു തീരാ ശല്യമാണ് ഞാൻ. സോ ലക്കി അവരല്ല.